സുഭാഷ് സിനിമയിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അല്ലേ? ഞാനല്ല. അതുപോലെ എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. എഴുതാൻ താല്പര്യമുണ്ട്. എഴുതാൻ താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ നേരിടുന്ന ജീവിതത്തിൽ ചില വൈതരണികളുണ്ടല്ലോ, അതെപ്പോഴെങ്കിലും സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയിപ്പോ ഒരു സാധനം പോയി, അത് പോട്ടെ. അതിതീഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അതുപോലെ ഒരു സംഭവങ്ങളെ ഒരു ഇതായിട്ട് നമുക്ക് വേറെ ആംഗിളിൽ കാണാൻ പറ്റും. അല്ല, താങ്കളിൽ നിന്ന് ചില എഴുത്തുകൾ പ്രതീക്ഷിക്കാമോ? സിനിമയിലേക്കുള്ള എഴുത്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ എഴുതും. അല്ല, ഇതിനു മുമ്പ് എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളുടെ മൊത്തം ക്രിയേറ്റിവിറ്റി മനസ്സിലാണോ, അത് ഇനി പകർത്താൻ മാത്രമേ ഉള്ളൂ. അതോ? ഓക്കെ. അത് അപ്പൊ പകർത്താൻ നിങ്ങളെയൊക്കെ സഹായം കാണൂലല്ലേ? തീർച്ചയായിട്ടും. മലയും പൂരും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ സിജു ഡേവിഡ്, അപ്പൊ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അത് അടുത്ത ലെവൽ. കുട്ടേട്ടാ, നെക്സ്റ്റ് ലെവൽ. ലെവൽ 3. അന്നത്തെ ഒരു ട്രോമയുണ്ടല്ലോ യഥാർത്ഥത്തിൽ. ഇപ്പം നമ്മൾ സുഭാഷ് അനുഭവിച്ചൊരു വേദന, ഇത് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ നിന്ന് പോകാൻ എന്തെങ്കിലും കൗൺസിലിങ്ങോ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടി വന്നോ? ഇതിനെ പറയുന്ന പേരാണ് ട്രോമയെന്ന് എനിക്ക് ഇന്ന് ആരാണ്ടൊക്കെ മനസ്സിലായല്ലേ? ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ട്രോമ എന്നൊരു സംഭവം. ഇതൊരു അസുഖമാണ്, രോഗമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മ അത് അന്നത്തെ പേടി കൊണ്ട് ഞെട്ടി സമ്മർദ്ദം എന്ന് ആലോചിച്ചാൽ മതി. അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ ഇന്ന് വരുന്ന ട്രോമയെന്നൊക്കെ പറയുമ്പോ ട്രോമേ ജീവനോടെ കരകയറാതുള്ളല്ലേ? ഓക്കെ. അല്ല, എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ടി വന്നോ? നമുക്ക് കിടന്ന ഉറക്കം വരുന്നത് സിജു ഡേവിഡ് തന്നെ പറഞ്ഞു, കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ കൗൺസിലിംഗിന്റെ ഒന്നും ആവശ്യമില്ല. അത് വൈകുന്നേരങ്ങളിൽ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ജീവിക്കുന്നവർക്കാണ് ഇതൊക്കെ ആവശ്യം. ആണോ? ഒരു സുഹൃത്തിന്റെ വില ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് മാത്രമല്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്. കാര്യം തൻ്റെ ജീവനേക്കാളും വില തൻ്റെ സുഹൃത്തിനാണ് എന്നൊരു സുഹൃത്ത് കണ്ടെത്തുന്ന അപൂർവമായ സൗഹൃദത്തിന്റെ വില. സുഭാഷിന്റെ വായിന്ന് കേൾക്കാനാണ് ഇഷ്ടം. ആ നാവിൽ നിന്ന് പറയുമ്പോൾ ആരാണ് ഒരു സുഹൃത്ത്? സുഹൃത്തുക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതല്ല, തന്നെ ഉണ്ടാവുന്നതല്ലേ. ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തികളും നമ്മളുടെ നിങ്ങള് പരിചയമായിട്ട് എത്ര കാലമായി കാണും? ഓർമ്മച്ചാലും ഒന്നിച്ച് പഠിച്ചാണോ നിങ്ങള്? ഇല്ല, ഒന്നിച്ച് പഠിച്ചിട്ടില്ല. എന്നേലും 3 വയസ്സിന് മൂത്താണ് കുട്ടേട്ടൻ. ആണോ? ഓക്കെ. അത് പറഞ്ഞു എന്തായാലും. അത് പുറത്ത് പറയാറുണ്ടോ? കുട്ടേട്ടനെ കണ്ട പ്രായം തോന്നൂല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാലും കുട്ടേട്ടനെ രക്ഷപ്പെടുത്തിയത് ഞാനാണെന്ന് ആൾക്കാർ ഇതുവരെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ വിചാരിച്ചിരുന്നു. ആണല്ലേ? ഈ സിനിമ ഇറങ്ങിയത് പ്രശ്നമായത്. കുട്ടേട്ടാ, ഓണത്തിനിടെ പുട്ടുവെച്ചോടാണോ? അതെ ബോസ്. പറയൂ. സിജു ആൻഡ് സുഭാഷ്, നിങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പണ്ടൊരിക്കൽ ഒരു യാത്ര പോയിരുന്നു. എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചു. എന്തായിരുന്നു അത്? വേളാങ്കണ്ണി പോയ കഥ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇതാരാണ് പറഞ്ഞത്? കുട്ടേട്ടൻ്റെ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ, സിക്സൻ, ജിൻസൺ, ഗിരീഷ്, അങ്ങനെ 4 പേരും കൂടിയാണ് വേളാങ്കണ്ണിക്ക് ടൂർ പോകുന്നത്. പിന്നെ റോബിൻ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഈ റോബിനാണ് ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ചു വെച്ചേക്കണത്. ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ചു വെച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഡയറി തുറന്നു നോക്കും, ടിക്കറ്റ് അവിടെ ഉണ്ടാവും നോക്കും. എന്നിട്ട് അത് ഓക്കെ അടച്ചു വെക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് വ്യാഴാഴ്ച തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയത് മറ്റേ ബസ്സിലൊക്കെ കയറിയാണ്. ബസ്സിൽ കയറി നാഗൂർ പട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി പോയി ഇറങ്ങി ഹോട്ടലിൽ താമസിച്ചു, ആഡംബരം. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. തിരിച്ച് അവിടെ നിന്ന് കയറി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കാശിന് വലിയ ആവശ്യമൊന്നുമില്ല. ഇനി ട്രെയിനിൽ കയറി ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള കാശ്, ബാക്കിയെല്ലാ കാശും ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് വന്ന ആൾക്കാർ. പക്ഷേ സംഭവങ്ങളെല്ലാം അടിച്ചു പൊളിച്ചിട്ട് തകർത്ത് പൊളിച്ചിട്ടാണ്. സ്റ്റേഷനിൽ വന്നിരുന്ന് സംഭവം നമ്പർ അടിച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആവണല്ല. കുറേ നേരം കഴിഞ്ഞിട്ട് രക്ഷയില്ല. അവസാനം അവിടെയൊക്കെ ഓഫീസിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്, മറ്റേ ഇൻഫർമേഷൻ സെന്ററിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വ്യാഴാഴ്ചയല്ല, ടിക്കറ്റ് വെള്ളിയാഴ്ചയാണ്. ആകപ്പാടി അവിടെ വരാത്തുള്ള 100-150 രൂപ വെച്ചുള്ള ഓരോരുത്തരുടെ കയ്യിൽ. ഈ തിരിച്ച് അവിടെ പോകണം, അവിടെ റൂം എടുക്കണം, അവിടെ താമസിക്കണം, ഭക്ഷണം കഴിക്കണം, തിരിച്ച് ഇവിടെ വരണം, പിന്നെ വീണ്ടും തിരിച്ച് അവിടെ കയറി പോകണം. ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? എന്നിട്ട് തിരിച്ച് അവിടെ പിറ്റേന്നാണ് ട്രെയിൻ. ഇങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ടാക്സി ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലിക്കാണ് ടാക്സി പോകേണ്ടത്. എല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്താണ് ടാക്സിക്കാർ ഇവിടെ നിന്ന് ആളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോണത്. അങ്ങനെ ഒരു ടാക്സിക്കാരൻ തിരിച്ചു പോണ സമയത്ത് നമ്മൾ കയറി. അപ്പം നിസാരം കാശ് കൊടുത്തായി. ആ നിസാരം കാശ് കൊടുത്ത് അവിടെ പോയി ഇറങ്ങി. അങ്ങോട്ട് പോയത് ബസ്സിനാണ്, പക്ഷെ കാശില്ലാത്തപ്പോൾ നമ്മൾ തിരിച്ച് വേളാങ്കണ്ണിക്ക് പോയത് ടാക്സിക്കാണ്. അവിടെ പോയി ഇറങ്ങി. അപ്പോൾ വെള്ളിയാഴ്ച മറ്റേ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസം ഏതോ ആണെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു. ഞായറാഴ്ച വൈകുന്നേരം എത്തിയപ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിഞ്ഞ് വേളാങ്കണ്ണി കാലിയായി. അപ്പൊ റൂമിനൊക്കെ വില കുറഞ്ഞു.
അപ്പൊ അന്ന് 500-600 രൂപ ഉണ്ടായിരുന്ന റൂമിനൊക്കെ 100-150 രൂപ കൊടുത്തായി. അങ്ങനെ പള്ളിയുടെ റൂമുണ്ട്, അപ്പൊ അവിടെ അത്തിരിയും കൂടി കുറവാണ്. അങ്ങനെ 150 രൂപ കൊടുത്ത് റൂം എടുത്ത് വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ലളിത ജീവിതം നയിച്ചു. പിന്നെ ശരിക്കും വേളാങ്കണ്ണി പോലെ ഭക്തിയോടെ തിരിച്ചു വന്നു. ഓക്കെ, ഗംഭീരമായി. ഓക്കെ.